Hi all, this is Abhay from Prepwise. Plus 2 ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ആൻസർ ദ ക്വസ്റ്റ്യൻ ഓൺ ദ ബേസിസ് ഓഫ് പാസേജ് ഗിവൺ ബിലോ. നമുക്കൊരു അടിയിൽ ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്താക്കാം അതിന്റെ ആൻസർ ചെയ്യണം. സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ഓഫ് പി ബ്ലോക്ക് ഡിഫേഴ്സ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഡ്യൂ ടു ദ സ്മോൾ സൈസ്, ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി, ഹൈ അയണൈസേഷൻ എൻതാൽപ്പി, ആബ്സെൻസ് ഓഫ്. ഏതെങ്കിലും നമ്മൾ ഗ്രൂപ്പ് എടുക്കുന്നതാണെങ്കിൽ നമ്മളിപ്പോൾ ഫ്ലോറിൻ എടുക്കുന്നതാണെങ്കിൽ ഫ്ലോറിൻ ഡിഫറെന്റ് ആണ് ക്ലോറിനേക്കാളും ബ്രോമിനേക്കാളും അയഡിനേക്കാളും ബിക്കോസ് ഓഫ് ദ സ്മോൾ സൈസ്, ഹയർ ഇലക്ട്രോനെഗറ്റിവിറ്റി, high anisotropy enthalpy, absence of D. About the elements of the second period like carbon, nitrogen, oxygen have unique property of forming p-pi bond. p-pi bond എന്താവും ഈ കാർബൺ ആയാലും നൈട്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും എല്ലാം ഫോം ചെയ്യുന്നുണ്ട്. മൾട്ടിപ്പിൾ ബോണ്ട്, കാർബൺ ഡബിൾ ബോണ്ട്, നൈട്രജൻ ട്രിപ്പിൾ ബോണ്ട്, ഓക്സിജൻ ഡബിൾ ബോണ്ട് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് p-pi മൾട്ടിപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. വേർ അതർ ഹെവിയർ എലമെന്റ്സ് ഓഫ് പി ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർബണിന്റെ ഭാഗത്ത് ഒക്കെ ആബ്സെൻസ് ഓഫ് ഡി ആണ്. അപ്പൊ നമ്മൾ ഒരു ഹയർ എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതിലെന്താണ് p-pi ബോണ്ട് നമുക്ക് ഫോം ചെയ്യാനോ. കാരണം കാർബണിന്റെ അകത്ത് ഡി ഇല്ല, നൈട്രജന്റെ അകത്ത് ഡി ഇല്ല, ഓക്സിജന്റെ അകത്ത് ഡി ഇല്ല. അപ്പൊ ഡി ഉള്ള എലമെന്റ്സ് എന്താകും p-pi ബോണ്ട് ഫോം ചെയ്യും. This changes the properties of second period elements to a great extent. Also, the single bond strength of the p block elements with their own atoms get affected by their atomic size and the presence of lone pairs. Inert pair effect എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള s orbitals ബോണ്ടിങ്ങിൽ ഏർപ്പെടില്ല. ഇപ്പൊ S2 എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ആ രണ്ട് ഓർബിറ്റൽസ് എന്തല്ല ബോണ്ടിങ്ങിൽ പെടില്ല. അതിനാണ് നമ്മൾ ഇനേർട്ട് പെയർ എഫക്റ്റ് എന്ന് പറയുന്നത്. Inert pair effect also affect the properties of the p block elements, especially for the elements present from the fourth period onwards, and this happens due to poor shielding effect of n-1d. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് 15 എടുക്കുന്നതാണ്. ഗ്രൂപ്പ് 15 എലമെന്റ്സ് എന്ന് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. ഇത്രയാണ് നമ്മളെ എന്തുള്ളത് നമ്മളെ ഗ്രൂപ്പിൽ ഫോർത്ത് നമ്മളെ പീരീഡ്സ് വരുന്നത്. അപ്പൊ ഇത് എന്ന് പറയുന്നത് 3D, ഇത് 4D, 5D, 6D. അപ്പോ ഇതൊക്കെയാണ് നമ്മളെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട ഗ്രൂപ്പുകൾ. അപ്പൊ താഴോട്ടേക്ക് പോകും തോറും 4f ഓർബിറ്റൽസും 5f ഓർബിറ്റൽസും വരും. എഫിന് എന്താണ് പുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ്. അപ്പൊ താഴോട്ടേക്ക് പോകുമ്പോൾ നോർമലി എന്താണ് സൈസ് കൂടുകയാണ് ചെയ്യുന്നത്. താഴോട്ടേക്ക് പോകുമ്പോൾ സൈസ് കൂടാണ്. 4f ഓർബിറ്റലും 5f ഓർബിറ്റലും വരുമ്പോൾ അതിന്റെ ഷീൽഡിങ് എഫക്റ്റ് കുറയുന്ന സമയത്ത് ഈ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ന്യൂക്ലിയസിന് എന്താക്കും, ന്യൂക്ലിയസ് പുള്ളി ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പൊ ഇതിന്റെ സൈസ് എന്താവും, സൈസ് കുറയും. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത്. N2 is a gas wherein P4 is a solid because എന്താണ് നൈട്രജൻ ക്യാൻ ഫോം p-pi ബോണ്ട് while phosphorus cannot form. കാരണം ഫോസ്ഫറസിന് എന്ത് ഫോം ചെയ്യാനാവില്ല, p-pi ബോണ്ട് ഫോം ചെയ്യാനാവില്ല, നൈട്രജന് പറ്റും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നൈട്രജൻ ക്യാൻ ഫോം p-pi ബോണ്ട് while phosphorus cannot form. Atomic size of nitrogen is smaller than phosphorus. അതുകൊണ്ട് എന്താവൂല ഇത്. അതും സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ ആൻസർ കറക്റ്റ് അല്ല. നൈട്രജൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ്. പക്ഷെ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ ആൻസർ അല്ല. N2 is a non-polar species whereas phosphorus in solid state forms polar bonds. സ്റ്റേറ്റ്മെന്റ് ഇത് മൂന്നും എന്തല്ല സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കണ്ട. പക്ഷെ നൈട്രജൻ എന്ത് ഫോം ചെയ്യാനാവും, p-pi ബോണ്ട് ഫോം ചെയ്യാനാവും. അതുകൊണ്ട് പക്ഷെ ഫോസ്ഫറസിന് എന്താവില്ല, ഇത് ഫോം ചെയ്യാനാവില്ല. അപ്പം p-pi ബോണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ട് N2 എന്ന് പറയുന്നത് ഗ്യാസും P4 എന്ന് പറയുന്നത് എന്താണ്, സോളിഡ് ആണ്. P4 ബോണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് എന്താകുന്നത്, P4 ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ എത്ര പോളിമർ വേണമെങ്കിലും P4 ഉണ്ടാക്കാം. അപ്പൊ P4 എന്ന് പറയുന്നത് ഒരു പോളിമർ ആണ്, അതൊരു സോളിഡ് ആണ്. നൈട്രജൻ എന്ന് പറയുന്നത് ഒരു ഗ്യാസ് ആണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് നൈട്രജൻ ക്യാൻ ഫോം p-pi ബോണ്ട് ആണ്. ഫോസ്ഫറസിന് എന്തല്ല, അത് പറ്റത്തില്ല.
അടുത്ത സെയിം പാരഗ്രാഫ് വെച്ചിട്ട് തന്നെയാണ് കാറ്റിനേഷൻ ടെൻഡൻസി. നിങ്ങൾക്ക് അറിയാം കാർബൺ ആണ് ഏറ്റവും കൂടുതൽ കാറ്റിനേഷൻ ടെൻഡൻസി ഉള്ളത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഒരു പറയുന്ന ഫോസ്ഫറസിന് കാറ്റിനേഷൻ ടെൻഡൻസി ഉണ്ട്, നൈട്രജന് കാറ്റിനേഷൻ ടെൻഡൻസി ഇല്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നൈട്രജൻ ഫോംസ് മൾട്ടിപ്പിൾ ബോണ്ട്സ് വേർ ഫോസ്ഫറസ് ഡസ് നോട്ട്. Nitrogen is smaller in atomic than phosphorus. NN bond strength is weaker than phosphorus. ഇല്ലെങ്കിൽ കാണാം ഈ രണ്ട് ഓപ്ഷൻ ചെറിയ വ്യത്യാസമുള്ളൂ. NN bond strength is weaker than PP bond strength. NN bond strength is stronger than PP bond strength. ഇതില് NN bond എന്ന് പറയുന്നത് നൈട്രജൻ തമ്മിലുള്ള ബോണ്ട് എന്ന് പറയുന്നത് ഫോസ്ഫറസും തമ്മിലുള്ള ബോണ്ടിന് അത്ര സ്ട്രോങ് അല്ല. അതുകൊണ്ട് NN ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് PP ബോണ്ടിനേക്കാളും കുറവായതുകൊണ്ടാണ് എന്തല്ലാത്തത്, കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാണിക്കാത്തത്. അതുകൊണ്ടാണ് നൈട്രജൻ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാത്തത്. മറിച്ച് ഫോസ്ഫറസിന് പോളിമർ പോലെ മുകളിലേക്ക് എന്താക്കാനാവും, മീൻസ് ചെയിൻ ഉണ്ടാക്കാൻ പറ്റും. അതാണ് കാറ്റിനേഷൻ ടെൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ വരുന്നത്. അതിന്റെ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീക്ക് ആണ്, ഫോസ്ഫറസ് ബോണ്ട് സ്ട്രെങ്തിനേക്കാളും വെച്ച് നോക്കുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ NF3 NH3 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ NF5ഉം NH5 എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതില് നൈട്രജന് കൂടുതലും +3 ഓക്സിഡേഷൻ കാണിക്കാനാണ് ടെൻഡൻസി. +5 കാണിക്കുമെങ്കിലും +3 ആണ് കാണിക്കാനുള്ള ടെൻഡൻസി. അപ്പോൾ ഇതിനകത്തുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോസ്ഫറസ് ഫോം PF5 ബട്ട് നൈട്രജൻ കനോട്ട് ഫോം NF5. അപ്പോൾ സ്മോൾ സൈസ് നൈട്രജൻ cannot accommodate 5 fluorine atoms around it. NF bonds is stronger than PF bond. Phosphorus is less electronegative than nitrogen. Nitrogen cannot extend in octet due to absence of d orbital. നൈട്രജന്റെ അകത്ത് എന്തില്ല? d orbital ഇല്ല. d orbital ഇല്ലാത്തത് കൊണ്ട് നൈട്രജൻ എന്താക്കാനാവില്ല, ഈ ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഇങ്ങനെ പറ്റൂല. അപ്പോൾ ഈ രണ്ടെണ്ണം എന്താവും, ലോൺ പെയർ ആയിട്ട് തന്നെ നിൽക്കും. 2 ഇലക്ട്രോൺസ് ലോൺ പെയർ ആയിട്ട് നിൽക്കും. മാക്സിമം എത്രയാണ്? 3 ബോണ്ടിങ് മാത്രമേ കാണിക്കുള്ളൂ. നൈട്രജന്റെ അകത്ത് എന്ത് ആബ്സെന്റ് ആണ്? d ഓർബിറ്റൽ ആബ്സെന്റ് ആണ്. അതുകൊണ്ട് എന്ത് കാണിക്കൂല? NF5 കാണിക്കൂല. മറിച്ച് എന്ത് കാണിക്കുള്ളൂ? NF3 NH3 NCl3 ഇതുപോലത്തെ കോമ്പൗണ്ടുകൾ മാത്രമേ കാണിക്കുള്ളൂ. സെയിം പാരഗ്രാഫ് വെച്ചിട്ട് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഡിക്രീസിംഗ് ഓർഡർ ഓഫ് മെൽറ്റിംഗ് പോയിന്റ് എങ്ങനെയാണ്? ഡിക്രീസിംഗ് ഓർഡറിലാണ് നമ്മൾ എന്താക്കേണ്ടത്, പറയേണ്ടത്. അപ്പോൾ 5 എണ്ണം തന്നിട്ടുണ്ട്. ഫാമിലി നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനക്, ആന്റിമണി, ബിസ്മത്ത്. ഇതിൽ നമുക്കറിയാം താഴോട്ടേക്ക് പോകുന്തോറും മെൽറ്റിംഗ് പോയിന്റ് കൂടുകയാണ് ചെയ്യേണ്ടത്. താഴോട്ടേക്ക് പോകുമ്പോഴും മെൽറ്റിംഗ് പോയിന്റ് കൂടണം. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലായിരിക്കും വരേണ്ടത് ബിസ്മത്തിനാണ് വരേണ്ടത്. പക്ഷെ ബിസ്മത്തിന്റെ അകത്ത് എന്തുണ്ട്? ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ട്. ബിസ്മത്തിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരിക എന്ന് പറയുന്നത് ആർസെനിക് ആണ്, പിന്നെ ആന്റിമണി, പിന്നെ ബിസ്മത്ത്, ഫോസ്ഫറസ്, നൈട്രജൻ. അപ്പോൾ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 1 ആണ്. ബിസ്മത്ത്, ഫോസ്ഫറസ്, ആന്റിമണി, ഫോസ്ഫറസ്, നൈട്രജൻ അല്ല. ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ മാറിപ്പോകരുത്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. Among the elements mentioned below, some are not stable in their +3 oxidation state and undergo disproportional reaction easily. അപ്പോൾ ചിലത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കൂല. സം ആർ നോട്ട് സ്റ്റേബിൾ ഇൻ ദയർ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ സ്റ്റേബിൾ അല്ല. അപ്പോൾ അതെന്താ, ഡിസ്പ്രപ്പോർഷനേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ അല്ലാത്ത എലമെന്റ് എന്ന് പറയുമ്പോൾ താഴോട്ടേക്ക് പോകും തോറും +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് സ്റ്റേബിൾ ആയിക്കൊണ്ടേയിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്ന് പറയുന്നത് ഇനേർട്ട് പെയർ എഫക്റ്റ് താഴോട്ടേക്ക് പോകുമ്പോൾ കൂടും. ഇനേർട്ട് പെയർ എഫക്റ്റ് കൂടുന്ന സമയത്ത് താഴോട്ടേക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത് താഴോട്ടേക്ക് പോകുമ്പോൾ ഇനേർട്ട് പെയർ കൂടുമ്പോൾ, ഇനേർട്ട് പെയർ ഞാൻ പറഞ്ഞിട്ടുണ്ട് എസ്സിലുള്ള 2. ഇപ്പൊ നൈട്രജൻ ആണെങ്കിൽ 1s2 2s2 2p3 എസ്സിലുള്ള 2 ഇലക്ട്രോൺസ്. ഇപ്പൊ എല്ലാത്തിലും S2p3 ആണ് ഉണ്ടാവുക. ഈ 2 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ ഏർപ്പെടാനുള്ള ടെൻഡൻസി കുറയും. അതാണ് ഇനേർട്ട് പെയർ എഫക്ട്. അപ്പൊ താഴോട്ടേക്ക് പോകുമ്പോഴും +3 സ്റ്റേബിൾ കാണിക്കുന്ന ആരാണ്? ബിസ്മത്ത് ആണ്. അപ്പൊ +3 കാണിക്കൂല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ബിസ്മത്ത് ഒരിക്കലും വരൂല. ഓപ്ഷനിൽ ബിസ്മത്ത് എവിടെയെങ്കിലും ഉണ്ടോ നോക്കിയാൽ ബിസ്മത്ത് കാണൂല. അപ്പോൾ ബിസ്മത്ത് അല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ പിന്നെ കാണിക്കാരാണ്? ആർസെനിക്കും ആന്റിമണിയും. +5 കാണിക്കുന്നതിന് പകരം ആർസെനിക്കും ആന്റിമണിയാണ് കൂടുതൽ കാണിക്കുക. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ആർസെനിക്കും ആന്റിമണിയും എന്താണ് ഉത്തരം. അപ്പോൾ നോട്ട് സ്റ്റേബിൾ ഇൻ ദർ +3 അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആർസെനിക്കും ആന്റിമണിയാണ് കാണിക്കുന്നത്. അപ്പോൾ നൈട്രജൻ ഒക്കെ +3 ഓക്സിഡേഷൻ കാണിക്കും. അപ്പോൾ താഴോട്ടേക്ക് പോകുന്നതോറും +3 ഓക്സിഡേഷന്റെ ടെൻഡൻസി കൂടി
വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ വളരെ സിമ്പിൾ ആണ്. ഫോസ്ഫറസ് ഒരിക്കലും എന്തല്ല +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരൂല. അപ്പൊ ഫോസ്ഫറസ് ഓപ്ഷൻ തെറ്റാണ്. നൈട്രജനെ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 2 ആണ് ഓപ്ഷൻ വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു പാരഗ്രാഫ് ആണ് എന്നത് സർഫസ് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടാണ്. അഡ്സോർപ്ഷൻ ഈസ് surface phenomenon which can be expressed by the means of an empirical relation known as Freundlich adsorption isotherm. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഗ്യാസ് ഉണ്ട്, C2H6, സൾഫർ ഡയോക്സൈഡ്, ക്ലോറിൻ, H2 എന്നൊക്കെ. അതിന്റെയൊക്കെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഉണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താക്കണം, നമ്മൾ ഇതിൽ ഏതിനാണ് മാക്സിമം അഡ്സോർപ്ഷൻ നടക്കുന്നത് എന്ന് പറയണം. ഇതില് C2H6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്, ഈഥേനാണ്. SO2 ഉണ്ട്, Cl2 ഉണ്ട്, H2 ഉണ്ട്. ഇതിന്റെയൊക്കെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കും ഏറ്റവും കൂടുതൽ, SO2. അപ്പൊ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഇതിന്റെ അഡ്സോർപ്ഷൻ മാക്സിമം ആണ്. അപ്പോ സൾഫർ ഡയോക്സൈഡ് ആണ്. സൾഫർ ഡയോക്സൈഡ് ആണ് ഇതിന്റെ ആൻസർ. TC ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അഡ്സോർപ്ഷന്റെ ടെൻഡൻസിയും എന്താണ്, കൂടുതൽ വരും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, when water is same paragraph വെച്ചിട്ടാണ്, when water is dispersed medium the colloidal system is called. അപ്പോ ഡിസ്പേഴ്സ്ഡ് മീഡിയം ആണ്. അപ്പം വാട്ടർ ആണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് മീഡിയം. അപ്പോ ഡിസ്പേഴ്സ്ഡ് ഫേസ് വേറെ എന്തെങ്കിലും ആയിരിക്കും, വേണമെങ്കിൽ ലിക്വിഡോ അല്ലെങ്കിൽ സോളിഡോ ഗ്യാസോ ആവാം. പക്ഷെ വാട്ടർ ആണ് നമ്മുടെ ഡിസ്പേഴ്സ്ഡ് മീഡിയം എങ്കിൽ ആ കൊളോയിഡ് സിസ്റ്റത്തിന് വിളിക്കുന്ന പേര് എന്ന് പറഞ്ഞാൽ, വാട്ടറിനെ നമുക്കറിയാം, വാട്ടർ നമ്മൾ വിളിക്കുന്നതാണ് അക്വ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കാം അക്വാ സോൾ. വാട്ടർ ആണ് ഡിസ്പേഴ്സ്ഡ് മീഡിയം എങ്കിൽ കൊളോയിഡ് സിസ്റ്റത്തിൽ അതിനെ നമുക്ക് വിളിക്കാം അക്വാ സോൾ. അപ്പൊ വാട്ടർ ആണ് കൂടുതൽ, അതാണ് അക്വ എന്ന് പറയുന്നത്, അക്വാ സോൾ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. വിച്ച് ഇലക്ട്രോലൈറ്റ് ഓർ ഇലക്ട്രോലൈറ്റ്സ് ക്യാൻ കോയാഗുലേറ്റ് എ ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൾ മോസ്റ്റ് എഫക്റ്റീവ്ലി? ഫെറിക് ഹൈഡ്രോക്സൈഡ് സോളിന് ഏറ്റവും കൂടുതൽ കോയാഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോലൈറ്റുകൾ ഏതാണ്? ഇതിന്റെ ചാർജ് K3 അങ്ങ് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ചാർജ് എന്താണ്, FeCN6 Na3ന്റെ എടുത്തു നോക്കി കഴിഞ്ഞാൽ എന്താണ്, PO4 3-. Na2ന്റെ അകത്ത് Na2 ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, SO4 2-. KNO2 ഒഴിവാക്കിയാലോ KNO2-. പൊട്ടാഷ്യം ഒഴിവാക്കിയ I-. ഇതും മൈനസ് ആണ്, ഇതും മൈനസ് ആണ്, ഇത് 2- ആണ്. അപ്പൊ ഇത് രണ്ടും എന്താണ്, 3- ആണ് വരുന്നത്. അപ്പൊ ഓപ്ഷൻ ഇതിന്റെ മൈനസ് ചാർജ് കൂടുന്നതനുസരിച്ച് ഇതിന്റെ ഇലക്ട്രോലൈറ്റ് എന്താക്കാം, കോയാഗുലേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും. അപ്പം ഓപ്ഷൻ A and B വരുന്ന ഓപ്ഷൻ ഏതാണ്, 2 ആണ്. ഇതിന്റെ രണ്ടിന്റെയും ചാർജ് സെയിം ആണ്. ഓപ്ഷൻ A and B ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെഫറൻസ് ടു ഫിസിക്കൽ അഡ്സോർപ്ഷൻ. ഫിസിക്കൽ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആണ്, കറക്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെസിഫിക് ഒന്നല്ല, അതെന്താണ്, അത് റിവേഴ്സിബിൾ ആണ്. അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് വീക്ക് ഫോഴ്സ് ആണ്, റൈസസ് ഡ്യൂ ടു വാൻ ഡെർ വാൾ ഫോഴ്സസ്. ഇതിന്റെ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് 20 to 40 ആണ്. ഇത് കെമിക്കൽ അഡ്സോർപ്ഷന്റെ വാല്യൂ ആണ് 80 to 240 എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഫോളോ ഫ്രെൻഡ്ലിച്ച് അഡ്സോർപ്ഷൻ. അതിന്റെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോ നമുക്കറിയാം log x/m ഇതിന്റെ എന്ന് പറയുന്നത് എന്താണ്, P⁻1/n. നമ്മൾ തൊട്ട് മുകളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് Kp⁻−n. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, P⁻1/n ആണ്. അപ്പൊ P⁻1/3. ഇപ്പോ 1/n-ന്റെ വാല്യൂ എത്രയാണ്, n = 3. അപ്പൊ n-ന്റെ വാല്യൂ 3 കൊടുത്തു കഴിഞ്ഞാൽ P1/3. അപ്പൊ ഓപ്ഷൻ ഇത് രണ്ടും അല്ല, ഇൻഡിപെൻഡന്റ് ഓഫ് പ്രഷർ അല്ല, P1/3 ആണ് ആൻസർ വരുന്നത്. x/m = K × P⁻n. ഇതാണ് ഐസോതെർമിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ n-ന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പ്രഷർ കിട്ടും. അപ്പോൾ P⁻1/3 ഇതാണ് ആൻസർ.